വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 11 25 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ധ്യാന വിഷയമാക്കുക. നിത്യജീവിതത്തിൽ ക്ലേശങ്ങളുടെ മധ്യേ ചരിക്കുന്നവർക്കും സഹനങ്ങളുടെ തീച്ചൂളിലൂടെ കടന്നു പോകുന്നവർക്കുമുള്ള ആശ്വാസവും പ്രതീക്ഷയുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഏതൊരുവിനെയും പ്രത്യാശയിലേക്ക് നയിക്കുന്ന സാന്ത്വന വചനമാണിത്. നമുക്കിടയിൽ ഭാരം വഹിക്കുന്നെന്ന് തോന്നാത്തവർ ആരുണ്ട്? ചിലപ്പോഴത് ജോലി ഭാരമായിരിക്കാം, മറ്റു ചിലപ്പോൾ ജീവിത ഭാരമായിരിക്കാം. ഇവിടെ യേശു നൽകുന്ന ഉറപ്പ്, നാം അവിടുത്തെ അനുവദിക്കുകയാണെങ്കിൽ സർവവും അറിയുന്ന അവിടുന്ന് തന്നെ നമ്മെ സഹായിക്കാൻ എത്തുമെന്നാണ്. എന്നാൽ അവിടുത്തെ ആശ്വാസ അഭയം പ്രാപിക്കാൻ അവിടുത്തെ മുഖം വഹിക്കുകയും അവിടെ നിന്ന് പഠിക്കുകയും വേണം എന്ന് മാത്രം. ഈ കൊച്ചു ജീവിതത്തിൽ ഒരുപാട് വഴികളിലൂടെ നാം യാത്ര ചെയ്യുന്നുണ്ടാകാം. എന്നാൽ നിത്യതയുടെ കവാടത്തിൽ നമ്മെ എത്തിക്കുന്ന ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് നാം ഏറ്റെടുക്കേണ്ട തികച്ചും അനിവാര്യമായ അനുദിന സഹനങ്ങളുടെ മുഖമാണ്. ആ കുരിശുവഴിയുടെ മാറ്റം അവഗണിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയൊക്കെ ജീവിതം മാറ്റിവെച്ചാലും അന്ത്യവിനാഴികയിൽ അതൊക്കെ പാഴായിരിക്കും. അതിനാൽ യേശുവിൻ്റെ കുരിശിൻ്റെ തണലിലേക്ക് നമുക്ക് കടന്നു വരാം. കാരണം പറുദീസയിലേക്കുള്ള വഴി ആരംഭിക്കുന്നത് നമുക്ക് വേണ്ടി പ്രാണൻ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ കുരിശിൻ ചൂട്ടിൽ നിന്നാണ്. നിശ്ചയിക്കപ്പെട്ട സഹനത്തിൻ്റെ മുഖവും പേറി പരാതികളില്ലാതെ അവൻ്റെ തിരുനീണം വീണ പാദവരമ്പിലൂടെ നമുക്ക് മനധാവനം ചെയ്യാം. അവിടെ വെച്ച് നമുക്ക് ബോധ്യമാകും അവൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കൊണ്ടതുമാണെന്ന് തീർച്ച. ഇന്ന് നാം പരിചയപ്പെടുന്ന വിശുദ്ധ ബ്രൂണോ, ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും മഹത്വം എന്ന് വിളിക്കപ്പെടത്തക്ക വിധം ബ്രൂണോ പണ്ഡിതനായിരുന്നു, ദൈവഭക്തനുമായിരുന്നു. ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്ന കാർത്തൂസ്യൻ സഭയുടെ ഉത്ഭവത്തിന് വിശുദ്ധൻ കാരണമായി. കഠിനമായ ജീവിതനിഷ്ഠയാണ് കാർത്തൂസ്യൻ സഭയുടേത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.